UKG പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവണം. അതിനുശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ വളർന്നു. അമ്മ വേറെ കല്യാണം കഴിച്ചതാണ്. ഇവര് ചടങ്ങിന് വന്നു, അതായത് ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് രണ്ടുപേരും വന്ന് നിന്നു. കാരണം രണ്ടുപേർക്കും എന്ന് വെച്ചാൽ പബ്ലിക് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് വേറെ ഇപ്പൊ എന്റെ കല്യാണത്തിന് എനിക്ക് ഒരിക്കലും പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ തന്നെ അവരുടെ പാരന്റിങ്ങും സുരക്ഷിതത്വവും സംരക്ഷണവും കിട്ടാതെ ഒരു അനാഥനെ പോലെ കഴിയേണ്ടി വരുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അച്ഛനും അമ്മയും മരിച്ചു അനാഥരായി കഴിയേണ്ടി വരുന്നവരെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ തന്നെ അനാഥരായി വളരേണ്ടി വരുന്നവരെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരനെ, ആദർശ് സേനായി. ആളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ഈ ഇൻസ്റ്റാഗ്രാമിൽ കോമഡി റീലൊക്കെ ചെയ്ത് ഫേമസ് ആയ ആളാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണ് ഇവരുടെ. എനിവേ, ഈ പറയുന്ന ആദർശിന്റെ കല്യാണമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. പലരും പല ഓൺലൈൻ മീഡിയകളിലൂടെയും മറ്റും അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അത്യാവശ്യം നല്ല അടിപൊളിയായി കഴിഞ്ഞ കല്യാണം തന്നെയായിരുന്നു ആദർശിന്റെ. നമ്മുടെ നാട്ടിൽ ഒരുവിധ എല്ലാ ഓൺലൈൻ മീഡിയക്കാരും ആദർശിന്റെ കല്യാണത്തിന് പ്രസന്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണല്ലോ ആദർശിന്റെ കല്യാണത്തിന്റെ ക്ലിപ്സ് ഒക്കെ ഓൺലൈൻ മീഡിയയിൽ വന്നത്. എനിവേ, ഇവിടെ ആദർശ് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് വർഷ എന്നുള്ളതാണ്. ഇവിടെ ആദർശവും വർഷയും തമ്മിൽ 10 വർഷത്തെ പ്രണയമായിരുന്നു. സ്കൂൾ പഠന കാലത്ത് തുടങ്ങിയ പ്രണയമാണ്. പിന്നീട് അത് കോളേജ് ഘട്ടത്തിലേക്ക് വളർന്നു. അവസാനം ഇപ്പൊ ആ കല്യാണത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രണയം വളരെ അപൂർവമായിട്ട് ഉണ്ടാകത്തുള്ളൂ അല്ലെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. എനിവേ, ഇവിടെ ആദർശിന്റെയും വർഷയുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞു. ആസ് യൂഷ്വൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയിൽ ഇവരുടെ ഇന്റർവ്യൂ ഇറങ്ങും, അത് ഉറപ്പാണ്. എന്നിരുന്നാലും ഇത്തവണ ഇവർ ഇന്റർവ്യൂ എടുക്കാനുള്ള നറുക്ക് വീണത് ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സിനാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം മുമ്പെയാണ് ഇവരുടെ ഇന്റർവ്യൂ പുറത്തിറങ്ങുന്നത്. എനിവേ, ആ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ ആദർശ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂ കണ്ട സമയത്ത് അതിൽ ആദർശ് പറഞ്ഞ ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ എവിടേക്കോ കൊണ്ടു. പ്രത്യേകിച്ച് ആദർശിന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് പറഞ്ഞ പോഷൻ. ആദർശിനെ സംബന്ധിച്ചിടത്തോളം ആദർശ് UKG പഠിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുന്നത്. വേർപിരിഞ്ഞ ഉടനെ തന്നെ അമ്മ വേറെ കല്യാണം കഴിച്ചു പോയി. പക്ഷെ അച്ഛൻ കുറച്ചു കാലം ആദർശിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അച്ഛനും വേറെ കല്യാണം കഴിച്ചു പോയി. അതിനെ കുറിച്ച് ആദർശ് ഇന്റർവ്യൂവിൽ പറയുന്ന ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. UKG പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവണം. അതിനുശേഷം ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ വളർന്നു. അമ്മ വേറെ കല്യാണം കഴിച്ചതാണ്. അമ്മ വേറെ കല്യാണം കഴിച്ച നല്ലൊരു കൊച്ചുണ്ട്. അതാണ് എൻ്റെ അനിയത്തി, കൺമണി എന്നാണ് പേര്. അച്ഛൻ 2 മക്കളുള്ള ഒരാളെ അച്ഛൻ കല്യാണം കഴിച്ചു. അപ്പം അവർ രണ്ടുപേരുടെ ലൈഫിൽ അവര് ഇപ്പൊ ഓക്കെയാണ്. സെപ്പറേറ്റ് കല്യാണം കഴിച്ചു. അവര് അവരുടെ ലൈഫായിട്ട് ഇങ്ങനെ പോകണം. പിന്നെ എനിക്ക് ആകെ എന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട്, അമ്മമ്മയുണ്ട്. അപ്പൊ ചേട്ടൻ 2022 കല്യാണം കഴിഞ്ഞ് ചേട്ടൻ മാറി. പക്ഷെ അച്ഛന്റെ സ്ഥാനത്താണ് ചേട്ടനും അമ്മയുടെ സ്ഥാനത്ത് ചേട്ടന്റെ വൈഫ് ചേച്ചി. ഇവരുണ്ട്. ഞാൻ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ ചേട്ടൻ അങ്ങോട്ടാണ് വന്നത്. പിന്നീട് ഞങ്ങൾ അമ്മൂമ്മയുടെ അങ്ങോട്ട് പോയി. അപ്പം ഒരു 1-2 ദിവസം. ഓക്കെ, ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ജനിപ്പിച്ച അച്ഛന്റെയും അമ്മയുടെയും ഡിവേഴ്സ് കാണേണ്ടി വരുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അല്ലെ. താൻ UKG പഠിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛനും അമ്മയും ഡിവേഴ്സ് ആയി എന്ന് ആദർശ് പറഞ്ഞെങ്കിൽ കൂടിയും എന്ത് കാരണം കൊണ്ടാണ് ഡിവേഴ്സ് ആയതെന്ന് പറയുന്നില്ല കേട്ടോ. അതെന്തുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങളിൽ പ്രൈവസി മാറ്റേഴ്സ് എന്നാണല്ലോ. എനിവേ, ആദർശിന്റെ അച്ഛനും അമ്മയും പിരിഞ്ഞത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും മക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരുന്നത് തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഒരിക്കലും ഇവരുടെ പ്രൈവസി കയറി ഇടപെടല്ല കേട്ടോ. ഇവിടെ ആദർശ് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ വളരെ വലിയ മെന്റൽ ട്രോമയിലൂടെ തന്നെ ആയിരിക്കണം ഇവിടെ ആദർശ് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ UKG വെച്ച് അച്ഛനും അമ്മയും വേർപിരിഞ്ഞെങ്കിലും 7ാം ക്ലാസ് വരെ അച്ഛൻ ആദർശിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അച്ഛനിൽ നിന്ന് വേണ്ട സ്നേഹമോ സംരക്ഷണമോ ഒന്നും ആദർശിന് വേണ്ട പോലെ കിട്ടിയിരുന്നില്ല. ആദർശിന് ആ സമയത്ത് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തത് സ്വന്തം ചേട്ടനും മുത്തശ്ശിയുമായിരുന്നു. അവരുടെ സംരക്ഷണത്തിൽ വളർന്നതുകൊണ്ട് തന്നെ സ്വന്തം അച്ഛനും അമ്മയും ഇല്ലാത്തതിലെ ഗ്യാപ്പ് കുറെ ആദർശിന് ഫില്ല് ചെയ്യാൻ പറ്റി. പക്ഷെ എന്ത് തന്നെ ആയാലും അത് അച്ഛനും അമ്മയ്ക്കും തുല്യമാവില്ലല്ലോ. മാതാപിതാക്കളുടെ സ്ഥാനത്ത് എന്നും മാതാപിതാക്കൾ തന്നെ വേണം. എനിവേ, ഇങ്ങനെയൊക്കെ പിരിഞ്ഞു പോയതിനു ശേഷം പിന്നീട് ആദർശിന് അച്ഛനും അമ്മയും കണ്ടുമുട്ടുന്നത് ആദർശിന്റെ കല്യാണത്തിന്റെ സമയത്താണ്. അതിനെക്കുറിച്ച് ആദർശ് പറയുന്നത് നമുക്ക് കണ്ടോക്കാം. ഇവരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇവര് ചടങ്ങിന് വന്നു. അതായത് ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് രണ്ടുപേരും വന്ന് നിന്നു. കാരണം രണ്ടുപേർക്കും എന്ന് വെച്ചാൽ പബ്ലിക് എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് വേറെ ഇപ്പൊ എന്റെ കല്യാണത്തിന് എനിക്ക് ഒരിക്കലും പുറത്തുനിന്ന് വേറെ ആളെ പിടിച്ച് നിർത്താൻ പറ്റില്ല. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് അച്ഛന്റെ സ്ഥാനത്ത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ തന്നെ വേണം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണത്തിനും ഈ ചേട്ടന്റെ കല്യാണത്തിനും ഇവർ രണ്ടുപേരും വേണമെന്നുള്ള. പക്ഷെ ഇവർ രണ്ടുപേരും ആദ്യം സമ്മതിച്ചെന്നില്ല, രണ്ടുപേരും വരൂല. പക്ഷെ അവസാനം രണ്ടുപേരും വരും എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പൊ ഞാൻ എന്റെ ലൈഫില് അവസാനമായിട്ട് കണ്ടത് അച്ഛനും അമ്മയും ഒരു ഫ്രെയിമിൽ നിൽക്കുന്നത് ഈ ഒരു ചടങ്ങിൽ മാത്രമാണ്. ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ. അവര് സംസാരിക്കില്ല. ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായിരുന്നില്ല. ഒരുമിച്ച് നിൽക്കാൻ ആദ്യം രണ്ടുപേരും തയ്യാറല്ലായിരുന്നു. പക്ഷെ ഞാൻ ചേട്ടൻ പറയാം, കാരണം ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല.
ഇവര് നിന്നേ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം ഈഗോ മാറ്റി വെച്ച് സ്വന്തം അച്ഛനെയും അമ്മയും കല്യാണത്തിന് പങ്കെടുപ്പിച്ച ആദർശിന്റെ മനസ്സ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മക്കൾ എന്താണെന്ന് ചെയ്യുന്നത് പോലും തിരക്കാത്ത അച്ഛനെയും അമ്മയും കല്യാണത്തിന് സമിതി ചേർത്ത് നിർത്തുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം മുത്തശ്ശിയും ചേട്ടനും വളർത്തിയതിന്റെ ഗുണം എന്തായാലും ആദർശ് കാണിക്കുന്നുണ്ട്. എനിവേ, ആദർശിന്റെ അച്ഛനും അമ്മയും ആദർശിന്റെ കല്യാണ സമിതി ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ ചില ഓൺലൈൻ മീഡിയകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. അച്ഛനും അമ്മയും കണ്ട പാവം പോലും കാണിക്കുന്നില്ല അല്ലേ? എനിവേ, ആദർശിന് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. ഇവര് നിന്നേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ എന്തിനു പിണങ്ങി, എന്ത് കാര്യത്തിൽ പിണങ്ങി, ഇതായിരുന്നു നമ്മൾ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് അറിയേണ്ട കാര്യമില്ല, അതവരെ പേഴ്സണൽ രീതി എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ലൈഫിൽ ഒരു സംഭവം വരുമ്പോൾ ഇവര് വേണം എന്നുള്ളതായിരുന്നു എന്റെയും ചേട്ടന്റെ ആഗ്രഹം. അത് ചേട്ടന്റെ കല്യാണത്തിനും അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, എന്റെ കാര്യത്തിൽ അവർ രണ്ടുപേരും. ഈ പലപ്പോഴും സെക്കൻഡ് മാരേജ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. നമുക്കപ്പോ മക്കൾക്ക് എന്നുള്ള ഇതിലേക്ക് സ്റ്റെപ്പ് ഫാദർ സ്റ്റെപ്പ് മദർ ആയിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെ ലൈഫില് ഉണ്ട്, അവരുടെ മക്കളും അല്ലെങ്കിൽ അവരുടെ പാരന്റ് അങ്ങനെ ആയി പോകുന്നുണ്ട്. അപ്പൊ ശരി, നിങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു പ്രസൻസ് മിസ് എന്ന് വെച്ചാൽ ഇപ്പം അമ്മയുടെ ഹസ്ബൻഡായിട്ട് പുള്ളിക്കാരൻ ഞങ്ങളായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. കല്യാണം പ്രമാണിച്ച് എനിക്ക് പൈസയൊക്കെ തന്നായിരുന്നു. എടാ ഇത് ചെലവിന്റെ ഇരിക്കട്ടെ. പുള്ളി കല്യാണത്തിന് വന്നിരുന്നു, വന്ന് ജസ്റ്റ് ഈ പറഞ്ഞ റിസപ്ഷന് വന്നു, കണ്ടു എന്നുള്ള പോയി. അച്ഛന്റെ ഭാഗത്തുനിന്ന് അവരാരും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പം അവരുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഒരേ രീതി ചിന്തിക്കണമെന്നില്ല. അതായത് അവർക്ക് പ്രത്യേകിച്ച് വൈരാഗ്യ ദേഷ്യമൊന്നുമല്ല, പക്ഷെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തുടർന്നും ഒരുപാട് കാര്യങ്ങൾ ആദർശ് പറയുന്നുണ്ട്. പക്ഷേ ഇന്റർവ്യൂവിൽ ഉടനീളം ഇത്രയൊക്കെ തന്നെ മാതാപിതാക്കൾ തന്നെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ആദർശ് അവരെ താഴ്ത്തി കെട്ടുകയോ അവരെ മോശമാക്കി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് ആദർശ് സംസാരിക്കുന്നത്. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ 4 ചീത്തെങ്കിലും വിളിച്ചേനെ. അവിടെയാണ് എനിക്കെന്തോ ആദർശിനോട് കൂടുതൽ റെസ്പെക്ട് തോന്നി പോകുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അച്ഛനെയും അമ്മയും കുറിച്ച് എവിടെയും മോശമാക്കി ആദർശ് സംസാരിക്കുന്നില്ല. എനിവേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒരുമിച്ച് തന്റെ കൂടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ആദർശ് തുടർന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൂടി കണ്ടേച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ആ പ്രായം എന്നുള്ള UKG 1ാം ക്ലാസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ സ്കൂളിൽ ഈ ചില പാരന്റ്സ് ഒക്കെ PTA മീറ്റിങ്ങിനൊക്കെ വരും. എനിക്കൊന്നും ആരും വന്നിട്ടില്ല, എനിക്കും ചേട്ടനൊന്നും. അത് PTA മീറ്റിങ്ങിനൊന്നും ആര് വരാൻ? എന്ന് വെച്ചാൽ അച്ഛന് ഈ ജോലി കാര്യം, അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അച്ഛന് ഓട്ടം പോകണം, അങ്ങനെയുള്ള പരിപാടിയാണ്. അമ്മയില്ല. അപ്പം PTA മീറ്റിങ്ങിനൊക്കെ ഓരോരുത്തർ വരും, അവരെ മക്കളെ കാണാനൊക്കെ വരുമ്പോ ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റ് മുട്ടായി ഒക്കെ വാങ്ങിച്ചോടെ കൊടുക്കും. വൈകിട്ട് 3 മണിയാവും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നാലേക്കും. എന്ന് വെച്ചാൽ അന്ന് അറിഞ്ഞൂടെ ഇത് എന്ത് കാര്യം എന്നുള്ളത് നമുക്കറിയണം. പിന്നെ അതിൽ നിന്ന് ശീലമായി, പിന്നെ ഇങ്ങനെ അങ്ങ് പോയി. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഇങ്ങനെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും തനിക്ക് പാർട്ണറായി കിട്ടിയ വർഷയുടെ മാതാപിതാക്കളും അടിപൊളിയാണെന്നാണ് ആദർശ് തുടർന്ന് പറയുന്നത്. അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തതിന്റെ കുറവ് അവരിലൂടെ താൻ നികത്തുന്നുണ്ട് എന്നും ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ, ഇനി മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയാകട്ടെ. ആദർശിന് ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയിലൂടെയും കിട്ടാത്ത സ്നേഹം അവരിലൂടെ കിട്ടട്ടെ, അത്ര എനിക്ക് ഇവിടെ പറയാനുള്ളൂ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.